സ്വാഗതം. വളരെ അഭിമാനത്തോടെയുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ ന്യൂസ് 3 ഇന്ന് തുടങ്ങുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഒരു വനിതയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. വെനസ്വേലയിൽ നിന്നുള്ള മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. വെനസ്വേലയിലെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുൻനിര നേതാവാണ് മരിയ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുരസ്കാരം ലഭിച്ചില്ല എന്നതുകൂടിയുണ്ട്. അതും വളരെ ശ്രദ്ധേയമാവുകയാണ്. അജയ് സുധ ബിജു ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ട്രംപിന് പുരസ്കാരം ഉണ്ടോ എന്നുള്ളതായിരുന്നു ഇതുവരെയും നമ്മൾ ഉറ്റുനോക്കിയത്. എന്തായാലും അതില്ല, ഒരു വനിതയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. മരിയയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നതിനുള്ള അർഹത അതേത് രീതിയിലാണ്? അതിനെക്കുറിച്ച് വിശദമായി പറയും. അശ്വതി, വെനസ്വേലയിലെ ജനാധിപത്യ പ്രവർത്തകയാണ് മരിയ കുരീന മച്ചാഡോ എന്ന് പറയുന്നത്. ഇവർക്ക് പുരസ്കാരം നൽകിക്കൊണ്ട് ഈ നൊബേൽ കമ്മിറ്റി പ്രഖ്യാപിച്ച വാക്കുകളെന്ന് പറയുന്നത് വെനസ്വേലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി പ്രയത്നിച്ച ഒരാളാണ് മരിയ കുരീന മച്ചാഡോ എന്ന് കമ്മിറ്റി പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് വളരെ സമാധാനപരമായിട്ടും നീതിയുക്തപരമായിട്ടും ജനങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പോരാട്ടം നടത്തുകയുണ്ടായിരുന്നു. നിരവധി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സമാധാനത്തിന് വേണ്ടി നിരവധി യജ്ഞങ്ങൾ നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് ഈ പുരസ്കാരം നൽകുന്നത് എന്നാണ് ഈ നൊബേൽ കമ്മിറ്റി പറയുകയുണ്ടായിരുന്നത്. ഈ ട്രംപിനെ കൂടാതെ നിരവധി പുരുഷന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഈ ഓസ്കാറിന് വേണ്ടിയിട്ടുള്ള സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു. ഇലോൺ മസ്കിൻ്റെ പേരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അന്തരിച്ച പോപ്പ് ഫ്രാൻസിസിൻ്റെ പേരുണ്ടായിരുന്നു, പിന്നെ ഇമ്രാൻ ഖാൻ, പിന്നെ വ്ളാഡിമിർ സെലൻസ്കി തുടങ്ങിയിട്ടുള്ള പല പ്രമുഖരുടെയും പേരുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും പിന്തള്ളിക്കൊണ്ടാണ് വെനസ്വേലയിലെ ഈ ജനാധിപത്യ പ്രവർത്തകയായിട്ടുള്ള മരിയ കൊറീന മച്ചാഡോയ്ക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അവർ 2002 മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ നിരന്തരമായിട്ട് തൻ്റെ സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ടായിരുന്നു. 2011 മുതൽ 2014 വരെ വെനസ്വേലയിലെ ദേശീയ അസംബ്ലിയിൽ അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെനസ്വേലയിലെ പ്രമുഖ സ്വേച്ഛാധിപത്യ നേതാവായിട്ടുള്ള നിക്കോളാസ് മഡുറോ, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി മുൻനിരയിൽ അവർ ഉണ്ടായിരുന്നു. 2014 വെനസ്വേലയിൽ വലിയ രീതിയിലൊരു രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി. അന്ന് ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തി, വളരെ സമാധാനപരമായിട്ട് പോരാട്ടം നടത്തിയതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല മനുഷ്യാവകാശ സംഘടനകളോടൊപ്പം ചേർന്ന് പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെ അവർ പ്രമുഖയാണ്. അതുപോലെ തന്നെ ഈ സർക്കാർ പല കള്ളക്കേസുകൾ ഇവർക്കെതിരെ ചുമത്തുകയും ഇവർ പലതവണ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വലിയ പിഴ ഈടാക്കിയിരുന്നു സർക്കാർ ഇവരിൽ നിന്ന്, ഈ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നിരവധി തവണ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെല്ലാം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. BBC-യുടെ തിരഞ്ഞെടുക്കപ്പെട്ട 100 വനിതകളിൽ ഒരാളായിട്ട് ഇവർക്ക് ഒരു അംഗീകാരം ലഭിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിരന്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് നിന്നിരുന്ന ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മറ്റ് ട്രംപിനെ പോലെ വലിയൊരു പൊളിറ്റീഷ്യനെ മറികടന്നുകൊണ്ടാണ് മറ്റൊരു പൊളിറ്റീഷ്യൻ, അതൊരു വനിത, ഈ പുരസ്കാരത്തിന് അർഹയാകുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ട്രംപിൻ്റെ പ്രതികരണം നമുക്ക് ഇതുവരെ ഒന്നും തന്നെ വന്നതായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ രാത്രി വളരെ പ്രകോപനപരമായിട്ട് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം എല്ലാം ഉണ്ടായിരുന്നു. തനിക്ക് ഈ അവാർഡ് നൽകിയില്ലെങ്കിൽ ഈ നൊബേൽ കമ്മിറ്റി അമേരിക്കയാണ് അപമാനിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒബാമയ്ക്ക് ഈ അവാർഡ് നൽകിയതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇനി പുതിയ അദ്ദേഹത്തിൻ്റെ വാദം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും നിലവിൽ ഉറ്റുനോക്കുന്നത്. അശ്വതി. ശരി, അജയ് സുധ ബിജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്.